जाएंगे, ईमान की नेमत से मालामाल हो जाएंगे, अल्लाह के महबूब बन जाएंगे, अल्लाह की नुसरत से मालामाल हो जाएंगे। 1 घंटा आप देना, इबादत कर रहे हैं मगर जिसकी इबादत कर रहे हैं उसका पता नहीं मालूम। मोमिन को अल्लाह के पते मालूम होते हैं, अल्लाह की मायत का इदराक होता है। समंदर में जा रहे हैं, प्लेन से जा रहे हैं, सफर में मोटर से जा रहे हैं, अल्लाह की मायत का इदराक होना, अल्लाह मेरे साथ है, कैसा है मेरे साथ अल्लाह, मैं अल्लाह का बंदा हूं, अल्लाह का रखने वाला हूं। काफिर और मुनाफिक और मुशरिक माल और दुनिया को रखते हैं, मुसलमान अल्लाह को रखता है। मुसलमान अल्लाह को रखता है तो उसका पता मालूम होना कैसा अल्लाह मेरे साथ है, कुरान से साबित होना, इनकार नहीं कर सकते। अल्लाह ताला फरमाते हैं इन्नल्लाह मअस साबिरीन, इन्नल्लाह मअल मुहसिनीन, इन्नल्लाह मअल मुमिनीन। हर जगह अल्लाह ताला मैं साथ हूं, मैं साथ हूं, मैं साथ हूं। आप अल्लाह को छोड़ के दुनिया के तरफ, मासिवा अल्लाह के तरफ पलट गए और अल्लाह ताला फरमा रहा है वल अस्री इन्नल इंसान लफी खुस्र। बचो इससे, चंद दिन है, खादी हम में थे, हर साल हज को और उम्रे को जाते थे, काफिरों को ले जाते थे, आज खबर में सो रहे हैं, कल हमको भी उनके बाजू जाना है, क्या लेके जा रहे हैं? ये तुम्हारा माल और मता, ये सब ऊपर तुम्हारा सरमाया ईमान का, ईमान लेके अगर आप जाएंगे, अमल सालेह लेकर अगर जाएंगे, वो आलम भी तुम्हारे लिए इस्तकबाल करेगा, खुशामदेद करेगा। ബഹുമാനികളെ, ഒരു ദിവസത്തിൽ 24 മണിക്കൂറുണ്ട്. ഈ 24 മണിക്കൂറിൽ 1 മണിക്കൂറെങ്കിലും നിങ്ങൾ ഒരു ആലിമിനെ സമീപിച്ചുകൊണ്ട് ഈമാൻ മനസ്സിലാക്കിയതായ, ഈമാനിനെ കുറിച്ച് പരിചയപ്പെട്ട ഒരു ആലിമിന്റെ സമീപത്ത് ഇരുന്ന് ഇൽമുൽ ഈമാൻ പഠിക്കാൻ നിങ്ങൾ തയ്യാറാകണം. 24 മണിക്കൂറിന്റെ ഇടയിൽ 1 മണിക്കൂർ സമയം ഈമാനികമായ അറിവ് നേടിയെടുക്കാൻ നിങ്ങൾ അധ്വാനിക്കണം. അതിനുവേണ്ടി നിങ്ങൾ സമയം കണ്ടെത്തണം. ആ ഈമാന് നിങ്ങൾ നേടിയെടുത്തെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് രക്ഷപ്പെട്ടവരായി മാറാൻ സാധിക്കുകയുള്ളൂ. ഈമാനിന്റെ സമ്പത്ത് അല്ലാഹു തആല നിങ്ങൾക്ക് പ്രദാനം ചെയ്യാൻ വാഗ്ദാനം ചെയ്ത ഈ നിഅമത്ത് നേടിയെടുക്കാനുള്ള പരിശ്രമവും അധ്വാനവുമാണ് നിങ്ങളുടെ പക്കൽ നിന്നുണ്ടാകേണ്ടത്. ആ ഈമാന് നിങ്ങൾ നേടിയെടുത്തു കഴിഞ്ഞാൽ നിങ്ങൾ എവിടെ പോയാലും ശരി, നിങ്ങൾ സമുദ്രത്തിലൂടെ യാത്ര ചെയ്യുകയാണെങ്കിലും, നിങ്ങൾ കാറിൽ യാത്ര ചെയ്യുകയാണെങ്കിലും, നിങ്ങൾ വിമാനത്തിലൂടെ പറക്കുകയാണെങ്കിലും, അവിടെയൊക്കെ ആ ഈമാനികമായ ഗുണം നിങ്ങളുടെ ഉള്ളിൽ നിലനിൽക്കുന്ന ഒരവസ്ഥ നിങ്ങൾ സംജാതമാകണം. ഇന്നത്തെ നിങ്ങളുടെ ജീവിതത്തിന്റെ അവസ്ഥ എന്താണ്? നിങ്ങൾ അള്ളാഹുവിന് ഇബാദത്ത് ചെയ്യുന്നു, പക്ഷേ ആർക്കാണോ നിങ്ങൾ ഇബാദത്ത് ചെയ്യുന്നതെങ്കിൽ ആ അള്ളാഹുവിന്റെ അഡ്രസ് നിങ്ങൾക്ക് അറിഞ്ഞുകൂടാ. ഇബാദത്ത് നിങ്ങൾ ചെയ്യുന്നു, പക്ഷേ മഅബൂദിന്റെ അഡ്രസ്, അവന്റെ വിലാസം നിങ്ങളുടെ കയ്യിലില്ല. ഈമാനുള്ളവൻ എന്ന് പറഞ്ഞാൽ അവൻ അള്ളാഹുവിന് ഇബാദത്ത് ചെയ്യുന്നതിനോടൊപ്പം അള്ളാഹുവിന്റെ അഡ്രസ് കൂടി തന്റെ കയ്യിൽ വെച്ചവനാണ്. ആ അഡ്രസ് മനസ്സിലാക്കിക്കൊണ്ടാണ് അവൻ അള്ളാഹുവിന് ഇബാദത്ത് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അവൻ അള്ളാഹു ആരാണെന്നും അവനറിയാം, അള്ളാഹു തആല തനിക്ക് വേണ്ടി എന്തൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നു എന്നും അവനറിയാം, അള്ളാഹു തആല എവിടെയാണ്, എന്നോടൊപ്പം എങ്ങനെയാണെന്നും അവനറിയാം. ഈ പറയുന്നതൊന്നും ഇവന്റെ സ്വയാഭിപ്രായത്തിൽ ഇവൻ പറയുകയല്ല, മറിച്ച് പരിശുദ്ധ ഖുർആൻ സാക്ഷ്യപ്പെടുത്തുകയാണ്. ഇന്നല്ലാഹ മഅസ് സാബിരീൻ, തീർച്ചയായും ക്ഷമിക്കുന്നവരോടൊപ്പം അള്ളാഹുവാണ്. ഈ ക്ഷമിക്കുന്നവരോടൊപ്പം അള്ളാഹു ഉണ്ട്. ഇന്നല്ലാഹ മഅൽ മുഹ്സിനീൻ, മുഹ്സിനീങ്ങളോടൊപ്പം അള്ളാഹു ഉണ്ട്. ഇന്നല്ലാഹ മഅൽ മുത്തഖീൻ, മുത്തഖീങ്ങളോടൊപ്പം അള്ളാഹു ഉണ്ട്. ഇങ്ങനെ അള്ളാഹു തആല അവന്റെ അഡ്രസ് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നു. നിങ്ങളോടൊപ്പം അള്ളാഹു ഉണ്ട്, അള്ളാഹുവിന്റെ മഅയ്യത്ത് നിങ്ങൾക്കുണ്ട്. ഈ ഈമാനിനെ കുറിച്ചുള്ള അറിവ്, അള്ളാഹുവിന്റെ അഡ്രസ്, അള്ളാഹു കൂടെയായവനാണെന്ന ഈ ബോധം, ഇതാണ് നിങ്ങൾ സമ്പാദിച്ചുണ്ടാക്കേണ്ടത്.
അങ്ങനെ നിങ്ങൾ സമുദ്രത്തിലൂടെ യാത്ര ചെയ്യുകയാണെങ്കിലും നിങ്ങളെ അറിവിലും നിങ്ങളെ മണ്ഡല ബോധത്തിലുമുള്ളത് അള്ളാഹു എന്നോടൊപ്പമാണ്. നിങ്ങൾ കാറിൽ യാത്ര ചെയ്യുകയാണെങ്കിലും അള്ളാഹു എന്നോടൊപ്പമാണ്. നിങ്ങൾ വിമാനത്തിലൂടെ പറന്നു പോവുകയാണെങ്കിലും അള്ളാഹു തആല എന്നോടൊപ്പമാണ്. ഇങ്ങനെ അള്ളാഹു തന്നോടൊപ്പമായിക്കൊണ്ട് അള്ളാഹു തആല തനിക്ക് വേണ്ടി ചെയ്തു തന്നുകൊണ്ടിരിക്കുന്ന അനുഗ്രഹങ്ങളെ കുറിച്ച് ശരിക്കും ബോധ്യപ്പെട്ട് അവന്റെ വിലാസവും അഡ്രസ്സും കൈപറ്റിയതായ ആ മുഅ്മിനീങ്ങളായ ആളുകൾ ആ ഈമാനികമായ സമ്പത്ത് നേടിയെടുക്കാനുള്ള അധ്വാനവും പരിശ്രമവുമാണ് നമ്മുടെ ഭാഗത്ത് നിന്നുണ്ടാകേണ്ടത്. ആ ഈമാന് നേടിയെടുത്തു കഴിഞ്ഞാൽ, ആ ഈമാനിന്റെ വക്താക്കളായി നിങ്ങൾ മാറിക്കഴിഞ്ഞാൽ പിന്നെ അല്ലാഹു തആല നിങ്ങളോട് വാഗ്ദാനം ചെയ്യുകയാണ്, നഷ്ടവാളികളായ ജനങ്ങളാരോ ആ നഷ്ടവാളികളുടെ കൂട്ടത്തിൽ നിങ്ങൾ ഒരിക്കലും ഉൾപ്പെടുകയില്ല. കാരണം നിങ്ങൾ ഈമാനും സൽപ്രവർത്തനവും കൈപ്പറ്റിയവരാണ്. मोहतरम सामीन किराम, जो हम इबादत कर रहे हैं इस पर जरा नजर सानी और मुहासबा करना। कितनी देर हम इबादत कर रहे हैं और कितनी देर अल्लाह से गाफिल हैं। अल्लाह से गाफिल नहीं होना, हम माल के तरफ जा रहे हैं, गफलत ये है हमारी, मालिक को छोड़ दिए। अल्लाह मालिक है, सारी कायनात का भी मालिक है, हमारा भी मालिक है, हम ममलूक है उसके। अपने मालिक को अगर नहीं पहचानेंगे, अल्लाह के पास जब तुम पहुंच क्या जवाब देंगे? अल्लाह पूछेगा तुमसे। खबर में जाते ही अल्लाह सवाल कराएगा मलाइका से, क्या जवाब देंगे हम? यहां पहचाने नहीं, दुनिया को पहचान रहे हैं, मासिवा अल्लाह को पहचान रहे हैं। अल्लाह को पहचानो, अल्लाह को पहचानेंगे तो अल्लाह ताला तुम्हारे को खुसरान से निकाल देगा। നിങ്ങൾ ഇന്ന് ദുനിയാവിനെ പരിചയപ്പെട്ടിട്ടുണ്ട്, സമ്പത്ത് പരിചയപ്പെട്ടിട്ടുണ്ട്, അതിന്റെ ഗുണങ്ങളും നേട്ടങ്ങളും ഒക്കെ നിങ്ങൾക്കറിയാം. പക്ഷേ നിങ്ങൾ പരിചയപ്പെട്ടിട്ടില്ലെങ്കിൽ അള്ളാഹുവിനെ നിങ്ങൾ പരിചയപ്പെട്ടിട്ടില്ല. കാഫിറും മുശ്രിക്കും മുനാഫിക്കൊക്കെ ആയി ജീവിക്കുന്ന ആളുകളാണ് സമ്പത്തും മുതലുമുള്ളവരൊക്കെ എന്ന് പറഞ്ഞ് അഭിമാനിക്കുന്നവര്. മുഅ്മിനായ മനുഷ്യൻ മുസ്ലിം പറയുന്നത് അവൻ സമ്പത്തുള്ളവനെന്നല്ല, ഞാൻ അള്ളാഹു ഉള്ളവനാണ്. അള്ളാഹു ഉള്ളവനാണ് മുഅ്മിനും മുസ്ലിമുമായ ജനങ്ങൾ. ആ അള്ളാഹുവിനെ കുറിച്ചുള്ള പരിചയവും അവനെ കുറിച്ചുള്ള അറിവുമാണ് നാം നേടിയെടുക്കേണ്ടത്. സമ്പത്തിനെ കുറിച്ചോ അതല്ലെങ്കിൽ മറ്റുള്ള ഭൗതികമായ കാര്യങ്ങളെ കുറിച്ചുള്ള അറിവ് അത് ഈ ഭൂമി ലോകത്ത് മാത്രമാണ് നമ്മളോടൊപ്പമുള്ളത്. അത് കഴിഞ്ഞാൽ പിന്നെ അതിന് യാതൊരു അഡ്രസ്സും കാണുകയില്ല. കുറഞ്ഞ കാലത്തേക്ക് മാത്രമാണ് ഇവിടെ നമ്മൾ വന്നിട്ടുള്ളത്. ഈ സമ്പത്തും മുതലും ഭാര്യയും മക്കളെയൊക്കെ ഒഴിവാക്കി ആളെ അടുത്ത ദിവസം നാം മടങ്ങിപ്പോകേണ്ടവരാണ്. നമ്മളെ കൂടെ ജീവിച്ച ബഹുമാനപ്പെട്ട ഹസ്രത്ത് സൈഫുല്ലാഹ് ഷാ കുട്ടായി ഖാദി മഹാനവർകൾ നമ്മളോട് ഇടയിൽ ജീവിച്ച ആളായിരുന്നു. കൊല്ലം കൊല്ലം ആളുകളെ ഹജ്ജിനും ഉംറക്കും കൊണ്ടുപോയിരുന്ന മഹാനായിരുന്നു. ഇങ്ങനൊക്കെ ജീവിച്ചിരുന്ന ആള് ഇതാ നമ്മൾ ഇന്ന് വിട പറഞ്ഞു പോയിരിക്കുകയാണ് പാരത്രിക ജീവിതത്തിലേക്ക്. അവർ നമ്മളെ മുന്നിൽ പോയെങ്കിൽ, ഇതാ ഇന്ന് അവർ പോയെങ്കിൽ നാളെ നമ്മളും പോകാനുള്ളവരാണ്. ഈ പോകുന്ന സമയത്തേക്ക് അവിടെ ചെന്നെത്തുന്നതിന് മുമ്പ് നാം ഇവിടെയുള്ള ഈ സമ്പത്തിനെയോ ദുനിയാവിനെയോ ഒക്കെ പരിചയപ്പെടാനല്ല സമയം കണ്ടെത്തേണ്ടത്. മറിച്ച് ആരിലേക്കാണോ നമ്മൾ മടങ്ങുന്നതെങ്കിൽ ആ ഉടമസ്ഥനെ പരിചയപ്പെടാൻ നാം അധ്വാനിക്കുകയും പരിശ്രമിക്കുകയുമാണ് വേണ്ടത്. हाज़रीन किराम, अपनी जिंदगी का निज़ामुल अमल बनाना, रोज एक रुकू कम से कम कुरान पढ़ना, 100 मरतबा इस्तग़फ़ार पढ़ना, दुरूद शरीफ 100 मरतबा पढ़ना, अंदर से खुद ब खुद ईमान के तरफ तबीयत राग़िब होगी, अल्लाह फजल फरमाएगा, हम मोमिन बन जाएंगे। ബഹുമാനികളെ, നമ്മുടെ ഒരു കാര്യപരിപാടി, ഒരു പ്രവർത്തന പട്ടിക നമ്മൾ സ്വന്തം തയ്യാറാക്കണം. നമ്മൾ ഒരു ദിവസം ചുരുങ്ങിയത് ഒരു റുക്കൂഅ്, ഒരു പേജ് ഖുർആനെങ്കിലും ഓതുന്ന അവസ്ഥ ശീലിക്കണം. 100 പ്രാവശ്യം ഒഴിവാക്കാതെ നിത്യം അള്ളാഹുവിനോട് ഇസ്തിഗ്ഫാർ ചെയ്യാൻ, ദോഷം പൊറുക്കാൻ വേണ്ടി അള്ളാഹുവിനോട് മഗ്ഫിറത്തിനെ ചോദിച്ചുകൊണ്ടിരിക്കണം. 100 പ്രാവശ്യം അള്ളാഹുവിന്റെ റസൂലിന്റെ പേരിൽ സ്വലാത്ത് ചെല്ലുന്ന ശീലം നമ്മൾ ഉണ്ടാക്കണം. ഇങ്ങനെ ഒരു ജീവിതത്തിനൊരു ക്രമം നമ്മൾ ഉണ്ടാക്കി കഴിഞ്ഞാൽ അതിന്റെ പേരിൽ അള്ളാഹുവിനെ തിരിച്ചറിയാൻ, അള്ളാഹുവിന്റെ അടുപ്പം പ്രാപിക്കാനുള്ള മാർഗങ്ങളിലേക്ക് അള്ളാഹു തആല നമ്മെ എത്തിക്കുന്നതാണ്. അങ്ങനെ നമ്മൾ അതിലൂടെ മുന്നേറിക്കഴിഞ്ഞാൽ അതിന്റെ പേരിൽ ഈമാനികമായ അനുഗ്രഹങ്ങളെ കൊണ്ട് സമ്പന്നരാകാൻ നമുക്കേവർക്കും സാധിക്കുന്നതാണ്. इल्मुल ईमान हासिल करने के लिए आपके उलमा हैं, हमारी खानखाएं हैं, खुलफा हैं, बिला किसी शक के आप इल्म हासिल कर सकते हैं।
बगैर किसी उजरत के आप इल्म हासिल कर सकते हैं। आपका उसमें फायदा इस आलम में भी है, आखिरत में भी है। ഇൽമുൽ ഈമാൻ, ഈമാൻ സംബന്ധമായ അറിവുകൾ നേടിയെടുക്കാൻ നിങ്ങളുടെ മുന്നിൽ മഹാന്മാരായ ഉലമാക്കളുണ്ട്. അവരിൽ നിന്ന് നിങ്ങൾ ഇൽമുൽ ഈമാൻ കരസ്ഥമാക്കണം. അതുപോലെ തന്നെ നമ്മൾ സ്ഥാപിച്ചതായ ഖാൻഖാഹുകളുണ്ട്, നമ്മുടെ ഖുലഫാക്കളുമുണ്ട്. അവിടെ നിങ്ങൾക്ക് ഒരു ഫീസും നൽകേണ്ടതില്ല, ഒരു പൈസയും കൊടുക്കേണ്ട. സൗജന്യമായിക്കൊണ്ട് നിങ്ങൾ അതിന് സമയം കൊടുക്കാൻ തയ്യാറായാൽ ഈമാനികമായ അറിവ് കൊണ്ട് നിങ്ങൾക്ക് ഏവർക്കും സമ്പന്നരായി മാറാൻ സാധിക്കും. അതിന്റെ ഫലം നിങ്ങൾക്ക് ഈ ദുനിയാവിലും ലഭിക്കും, ആഖിറത്തിലും നിങ്ങൾക്ക് ലഭ്യമാകുന്നതാണ്. अल्लाह ताला से दुआ है, ऐ परवरदिगारा सारे सामईन को ईमान की दौलत से मालामाल फरमा, इल्मुल ईमान से मालामाल फरमा, इनकी मग़फ़िरत फरमा, इनके रिज़्क़ में बरकत अता फरमा, इनकी उम्रों में बरकत अता फरमा, इनके अजसाद को सेहत अता फरमा। ऐ अल्लाह, दीन का इनके अंदर